ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ഭാരതത്തിൽ ഒരിക്കലും ഫാസിസം ഉണ്ടാവില്ല. ഫാസിസം പടികേറി വരുന്നു എന്നാ പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ PBയിൽ ഇപ്പോഴും തർക്കമാണ്. ഫാസിസം വന്നോ വന്നില്ലയോ. ഫാസിസം ഒരിക്കലും ഭാരതത്തിൽ ഉണ്ടാവില്ല. അതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. അതിന് കാരണം ഭാരതീയതയുടെ DNA ആണ്. ഭാരതീയത എന്ന് പറയുന്നത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ആ DNA അതാണ് ഈ ലോകത്ത് എല്ലാവരെയും ശാംശീകരിച്ച, എല്ലാവരെയും ആശ്ലേഷിച്ച, എല്ലാവരെയും സ്വീകരിക്കുന്ന ഭാരതീയത എന്ന DNA ഉള്ളിടത്തോളം കാലം ഭാരതത്തിൽ ഒരിക്കലും ഫാസിസം ഉണ്ടാവില്ല. രണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് കോളനികൾ എല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷേ ആ ബ്രിട്ടീഷ് കോളനികളിൽ ഇന്ത്യ ഒഴിച്ചു ബാക്കി എല്ലായിടത്തും ഈ പറഞ്ഞ സൈന്യത്തിൻ്റെ ആധിപത്യം വന്നു, ഭരണാധികാരിയുടെ ആധിപത്യം വന്നു, മറ്റു പലതും വന്നു. എന്തുകൊണ്ട് ഭാരതത്തിൽ മാത്രം വന്നില്ല? അതിന് കാരണം ഞങ്ങളാണ് എന്ന് കോൺഗ്രസ് പറയും. പക്ഷെ വാസ്തവത്തിൽ പ്രകടിത രൂപമായ ഫാസിസ്റ്റ് സ്വഭാവം കാണിച്ചത് അടിയന്തരാവസ്ഥയിലായിരുന്നു. ഞാൻ ഇന്ന് വളരെ കൃത്യമായി നിങ്ങളോട് ഈ കായിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏകാധിപത്യത്തിനപ്പുറത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു തിരിച്ചുവരവിന് ഉദാത്തമായ മാതൃകയായി മുന്നോട്ട് വെച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അബിൻ വർക്കി അടക്കമുള്ള ആളുകൾ തലയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് അവരുടെ നേതാക്കന്മാർ കോൺഗ്രസ്സുകാർ യാത്ര ചെയ്ത ആ തലയിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കിയത് സംഘപരിവാർ പ്രസ്ഥാനമാണ്. അല്ല എന്ന് ഇവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ പറയാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു ഭരണഘടന രൂപീകരിച്ചു. ആ ഭരണഘടനയിലെ ഏറ്റവും പ്രമാദമായതും പൗരന്മാരുടെ മൗലിക അവകാശം പൗരന്മാർക്ക് കൊടുക്കുന്നതുമായിട്ടുള്ള എല്ലാം, ജുഡീഷ്യറിയെ, പത്രമാധ്യമങ്ങളെ, എല്ലാ അവകാശങ്ങളെയും നിഷ്കാസനം ചെയ്ത് അതിനെ ഇല്ലാതാക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ 42ാം ഭേദഗതിയാണ്. അത് താങ്കൾക്കറിയുണ്ടാവും. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളെ ധ്വംസിക്കലായിരുന്നു. എല്ലാ മൗലിക അവകാശങ്ങളെയും തകർന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കേന്ദ്രീകൃതമായ ആ ഭരണഘടന ആർട്ടിക്കിളിനെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കിയത് കോൺഗ്രസ്സാണ്. അതിനെ തിരിച്ചു കൊണ്ടുവന്നതാരാ? എൻ്റെ പോയിൻ്റ് അതാ, തലയിൽ വെക്കുമ്പോൾ അതും കൂടി ആലോചിക്കണം. അതിനെ തിരിച്ചു കൊണ്ടുവന്നത് അദ്വാനിയാണ്. അതായത് മൊറാർജി ദേശായിയുടെ ഭരണകാലത്തെ ആദ്യത്തെ തീരുമാനം 44ാം ഭരണഘടനാ ഭേദഗതി. ഇറ്റ് വാസ് എ ഫസ്റ്റ് ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ ബൈ അദ്വാനിയും വാജ്പേയിയും കൂടിയാണ് മൊറാർജി ദേശായിയോട് അത് പറഞ്ഞത് എന്ന് മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ 44ാം ഭേദഗതി ഉണ്ടായിരുന്നില്ലെങ്കിൽ മൗലിക അവകാശം ലംഘിക്കപ്പെടുമായിരുന്നു. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആരാണ് ഈ ഏകാധിപതിയെ ഇല്ലാതാക്കിയത്? അവിടെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിലേക്ക് ഞാൻ വരുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ പലപ്പോഴും ഈ ചോദ്യം ഉണ്ടല്ലോ, അതിനേറെ പ്രസക്തിയാണ്. കാരണം ഹിപ്പോക്രസി എന്ന് പറയുന്ന കാപട്യം ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ഉണ്ട്. യാഥാർത്ഥ്യം നിഴലായും നിഴലിനെ യാഥാർത്ഥ്യമായും കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിക്ക് 117 സീറ്റ് കൊടുത്ത സ്ഥലമാണ് കേരളം. അതേസമയത്ത് അക്ഷരാഭ്യാസമില്ലാത്ത, ഭാരതീയതയുടെ DNA മാത്രമുള്ള ബീഹാറും UPയുമാണ് ആ ഏകാധിപതിയെ പുറത്താക്കിയത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമണ്ഡലത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ എന്താണ് ഫാസിസം എന്ന് കാണിച്ചു തന്നത് കോൺഗ്രസ്സാണ്. പക്ഷെ കോൺഗ്രസിൻ്റെ ആ ഫാസിസം ഒരു തണ്ണിമത്തൻ മോഡലാണ്. അതൊരു തണ്ണിമത്തൻ ഫാസിസമാണ്. എന്ന് വെച്ചാൽ വെളിയിലേക്ക് ഗ്രീനറിയാണ്, പച്ചയാണ്, പക്ഷെ ഉള്ളിൽ ഫാസിസമാണ്, ചുവപ്പാണ്. അപ്പം അതുകൊണ്ട് അബിൻ വർഗി കോൺഗ്രസ് എത്ര ഞങ്ങളല്ല എന്ന് പറഞ്ഞാലും ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലെ യഥാർത്ഥ ഫാസിസ്റ്റ് കോൺഗ്രസ്, യഥാർത്ഥ ഫാസിസ്റ്റിൻ്റെ രൂപമായി പ്രകടിപ്പിച്ചത് കോൺഗ്രസിൻ്റെ കാലഘട്ടമാണ് എല്ലാ മൂല്യങ്ങളെയും തകർത്തത്. ഓക്കെ.